തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും നാടകീയ സംഭവങ്ങൾ. വെള്ളിത്തിരയിലെ സൂപ്പർ ഹീറോ വിജയുടെ രാഷ്ട്രീയത്തിലെ ഹണിമൂൺ കാലം അവസാനിക്കുകയാണ്. വിജയ് സർക്കാർ 6 മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്ന വലിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് DMK. സിനിമാ കഥകളെ വെല്ലുന്ന അട്ടിമറി നീക്കങ്ങൾ അണിയറയിൽ സജീവമാകുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ തമിഴകത്ത് ഉയരുന്നത്. മുതിർന്ന DMK നേതാവും തിരുച്ചെന്തൂർ MLAയുമായിട്ടുള്ള അനിത രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രി ജോസഫ് വിജയിനെയും TVK സർക്കാരിനെയും കടന്നാക്രമിച്ചിരിക്കുന്നത്. കേവലം 4-6 മാസങ്ങൾക്കുള്ളിൽ ഈ സർക്കാർ താഴെ വീഴുമെന്നും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വീണ്ടും അധികാരത്തിലെത്തുമെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇതുകൂടാതെ വില്ലിവാക്കം MLAയും TVKയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള ആദവ് അർജുനയെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് തിരുച്ചെന്തൂരിൽ എനിക്കെതിരെ മത്സരിക്കൂ, നമ്മളിൽ ആര് ജയിക്കുമെന്ന് നോക്കാം എന്നായിരുന്നു അനിത രാധാകൃഷ്ണന്റെ വെല്ലുവിളി. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ DMKയും AADMKയും ഞെട്ടിച്ചുകൊണ്ടാണ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി വമ്പൻ വിജയം സ്വന്തമാക്കിയത്. ഇതിൽ DMKയെ ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുത്തിയത് പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിന്റെ കൊളത്തൂരിലെ തോൽവിയായിരുന്നു. TVKയിൽ ചേർന്ന മുൻ DMK നേതാവ് VS ബാബുവാണ് സ്വന്തം ബോസിനെ തന്നെ വീഴ്ത്തിയത്. കൊളത്തൂരിനെ സിംഗപ്പൂർ ആക്കി മാറ്റിയ സ്റ്റാലിനെ തോൽപ്പിച്ച അവിടുത്തെ വോട്ടർമാർ വിലകെട്ടവരാണ് എന്ന് പരിഹസിച്ച രാധാകൃഷ്ണൻ സ്റ്റാലിനി ട്രിച്ചിയിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടു. തോറ്റ ശേഷം വോട്ടർമാരെ കുറ്റം പറയുന്ന ഈ രാഷ്ട്രീയ തന്ത്രം സദസ്സിൽ ചെറിയ ചിരി പടർത്തിയിരുന്നു. 62 വർഷമായി തമിഴ്നാട് ഭരിച്ചിരുന്ന DMK AADMK കുത്തകയാണ് വിജയ് എന്ന ഒറ്റയാൻ തകർത്തത്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകൾ കുറവായിരുന്നെങ്കിലും DMKയുടെ മുൻ സഖ്യകക്ഷികളായിരുന്ന കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, വിടുതലൈ ചിരുതൈ കക്ഷി എന്നിവരെ ഒപ്പം കൂട്ടി വിജയ് സമർത്ഥമായി സർക്കാർ രൂപീകരിച്ചു. പിന്നീട് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ AADMKയിലെ ഒരു വിഭാഗം MLAമാരുടെ പിന്തുണയോടെ 144 വോട്ടുകൾ നേടി വിജയ് തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ഇതിനുശേഷം സർക്കാരിന്റെ ഭരണത്തിലും നിയമങ്ങളിലും DMK നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ ഈ ഭീഷണികളെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെയാണ് വിജയ് തള്ളിക്കളയുന്നത്. ഇതുവരെ വിജയോ TVK നേതാക്കളോ ഈ പുതിയ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ യാത്ര ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ ക്ലൈമാക്സുകൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. അനിത രാധാകൃഷ്ണന്റെ ഈ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ വീമ്പിളക്കൽ മാത്രമാണോ, അതോ 6 മാസത്തിനുള്ളിൽ വിജയ് സർക്കാരിനെ അട്ടിമറിക്കാൻ അണിയറയിൽ കരുക്കൾ നീങ്ങുന്നുണ്ടോ? തമിഴകം കാത്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ത്രില്ലറിനാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്.